ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമ്മച്ചിൻ്റെ അടുക്കള. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് മൺചട്ടിയിൽ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ബീഫിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണിന് അടുത്ത് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ പൊടി. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലോട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണയിലോട്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതി മുറി ഇതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം മൂത്ത് വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ പെരുംജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടിയ ശേഷം ഇതിലോട്ട് ഒരു 1/2 കിലോ ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത ശേഷം നമുക്കതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത്യാവശ്യം കറിവേപ്പില കൂടെ ചേർക്കാം. ഈ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ ഈ ചെറിയ ഉള്ളിയാണ്. നമ്മളിതിൽ വലിയ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല. ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വാടിക്കിട്ടും. ഇതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സമാസമം എടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വാടി വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ല. അത് ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് വറക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 1.5 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചെടുത്ത വെള്ളം ചൂടാറിയതോ ആറാത്തതോ ആയ വെള്ളമായാൽ നന്നായിട്ടുണ്ടാവും. പച്ചവെള്ളം ഒഴിക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ പോത്തിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. നാടൻ പോത്തിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈ മസാലയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് വേണം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റുന്നത് വരെ ചെറിയ ചൂടിൽ ചെറിയ തീയിൽ കിടന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല ചൂടോടുകൂടി നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.